ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മൂൺ ഗോഡസ് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ള റീസൺ, അശ്വി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ ഉണ്ട്. പുള്ളിക്കാരത്തി ഈ ഒരു ബ്രാൻഡിനെ കുറെ കാലം മുമ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സസ് ഓർഡർ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും, മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും പടി കിട്ടി, നല്ല രീതിയിൽ നെഗറ്റീവായി. അങ്ങനെ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഒരു ലൈവിൽ വന്ന സമയത്ത് ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്ത് പറയുണ്ടായി. അങ്ങനെ പിന്നെയും ഏറിക്കേറി. എന്നാൽ കയറിയ ചേച്ചി ബഹിരാകാശത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും ഗൈസ് ഇന്ന് നോക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഓഡിയോ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ കസ്റ്റമർ കെയർ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പെരുമാറുന്നത് എന്ന് നിങ്ങളൊന്ന് കാണൂ. കോമഡിയാണ് കേട്ടോ. ഇച്ചിരിയെങ്കിലും വിവരമുള്ള ടീംസിനെയൊക്കെ പിടിച്ച് കസ്റ്റമർ കെയർ ഇരുത്തിക്കൂടെ? ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. മോൺ ഗോഡസ് വിളിക്കുന്നത് മാം. നമുക്ക് ഡിസൈനർ സെക്ഷനിൽ നിന്ന് ഒരു എൻക്വയറി കിട്ടിയായിരുന്നു. മാമിന്റെ നമ്മുടെ കസ്റ്റമൈസേഷൻ നമ്പറിൽ ഒരു ഓർഡർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഒരു 4 ഓർഡർ നമ്പറിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ കെയർ എന്ന് വിളിക്കുന്നത്. എന്തൊരു അത്ഭുതമായിരിക്കുന്നു. കസ്റ്റമറിനെ അങ്ങോട്ട് വിളിച്ച് അപ്ഡേഷൻ കൊടുക്കുന്ന മൂൺ ഗോഡസിന്റെ വളരെ ഉത്തരവാദിത്വമുള്ള കസ്റ്റമർ കെയറിനെയാണ് ഗൈസ് നമ്മൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞതാണ്, പക്ഷെ ഇവര് വളരെ നല്ല സമീപനമാണ്. എന്തൊരു സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് നോക്കൂ. അങ്ങോട്ട് കസ്റ്റമറിനെ അങ്ങോട്ട് വിളിച്ച് അപ്ഡേഷൻ കൊടുക്കുകയാണ്. ഭയങ്കര ഉത്തരവാദിത്വ ബോധമുള്ള കസ്റ്റമർ സർവീസ് ആണ് ഗൈസ്. നിങ്ങളുടെ കസ്റ്റമർ കെയറിലോട്ട് എത്ര ദിവസമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? അപ്ഡേഷൻസ് പറഞ്ഞോട്ടെ. അവര് വിളിച്ച് പദം വന്ന് ഗതി കിട്ടി ഏറ്റവും അവസാനം അവിടെ ഇരിക്കുന്ന ചേച്ചി കഷ്ടം തോന്നിയിട്ടും കണ്ടാന്ന് തോന്നുന്നു കസ്റ്റമറിനെ വിളിച്ചത്. ഭയങ്കര ഉത്തരവാദിത്വം കേട്ടോ. എന്താണെങ്കിലും ചേച്ചി അപ്ഡേഷൻ പറയൂ, നമുക്കൂടെ കേൾക്കാം. ഓക്കെ മാം, ആദ്യം ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് റീസെന്റ് ഓർഡർ ചെയ്തിരിക്കുന്നതിൽ ഒരു 30 വർക്കിംഗ് ഡേയ്സിന്റെ 2570 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ ഡെലിവറി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൺഗോയിങ് ആണ്. പിന്നെ ഫെബ്രുവരിയിലും പിന്നെ ജൂലൈയിലും 90 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത്. അത് ഫെബ്രുവരി ഓർഡേഴ്സിന്റെ നമുക്ക് സെപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക. ഓഗസ്റ്റ് ലാസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഡെലിവറി. ഫെബ്രുവരി ഓർഡറിന്റെ സെപ്റ്റംബർ ഡിസ്പാച്ച്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 7 മാസം. ഫെബ്രുവരി കൊടുത്തത് ഡിസ്പാച്ച് ചെയ്യുന്നത് സെപ്റ്റംബറിൽ. സൂപ്പർ സൂപ്പർ. വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 90 കഴിഞ്ഞല്ലോ. 6 മാസമാവും. എന്തായാലും സെപ്റ്റംബറിലായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 മാസമാ? 6 മാസമൊന്നും നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല മാം, 90 വർക്കിംഗ് ഡേയ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ജൂലൈ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 90 വർക്കിംഗ് ഡേയ്സ്. അടുത്ത വർഷം ജനുവരി ലാസ്റ്റ് ആയിരിക്കും ഡെലിവറി തുടങ്ങുന്നത് കേട്ടോ. അടുത്ത വർഷം ജനുവരി ലാസ്റ്റ്. 6 മാസം. എന്തുവാടേ ഇത്? ഇപ്പൊ മാസക്കണക്ക് പോയിട്ട് വർഷക്കണക്കായി. 2025 ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് 2026 ഓർഡർ കിട്ടും. 2026 ഓർഡർ ചെയ്താൽ 2027 നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. ഭയങ്കര കേട്ടോ. ഇതിലും നിങ്ങൾ ആ ഒരു ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ പോയി തുണി മേടിപ്പിക്കുക, നിങ്ങളുടെ അളവെടുക്കുക, അറിയാം ആരെങ്കിലും കൊണ്ട് തയ്പ്പിക്കുക. ഇത്രയും ഡിലേ വരത്തില്ല. അങ്ങനാണെങ്കിൽ പോലും ഈ നൂലുണ്ടാക്കുന്നിടത്ത് പോയി നൂലുണ്ടാക്കിച്ചോണ്ട് വന്നിട്ടുണ്ടാക്കിയാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഡിലേ ആവും. വെബ്സൈറ്റ് കൊടുത്തിട്ടില്ലല്ലോ. 90 വർക്കിംഗ് ഡേയ്സ് കൊടുത്തിട്ടുണ്ട് മാം. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 3 മാസമല്ലേ? അല്ല, 6 മാസമാണ്. എവക്ക് കണക്കൊന്നും അറിയാത്തവളാണോ ഈ കസ്റ്റമർ കെയർ ഇരിക്കുന്നത്? 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3 മാസവും അല്ല 6 മാസവും അല്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 4 മാസവും 10 ദിവസവും വരും. പിന്നെ വർക്കിംഗ് ഡേയ്സിന്റെ എണ്ണം വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രോക്സിമേറ്റ്ലി 4.5 മാസം പിടിച്ചു. 4.5 മാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ പോളിസി പ്രകാരം ഒരു തുണി നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിലും മിനിമം ഒരു 5 മാസം എടുക്കും. 4.5 മാസം ആകുമ്പോഴത്തേക്ക് ഇവർ അത് ഡിസ്പാച്ച് ചെയ്യും. ഒരു 10-15 ദിവസം എടുക്കുമായിരിക്കും ചിലപ്പോൾ വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ആണെങ്കിൽ 15 ദിവസമൊക്കെ എടുക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു 5 മാസം പിടിച്ചോ. ഈ 5 മാസം ആയിട്ടും കിട്ടുന്നില്ലെന്നേ, അതാണ് പ്രശ്നം. പിടികിട്ടിയോ? ഇവിടെ ഇരിക്കുന്ന ചേച്ചി തന്നെ പറയുന്നത് 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം എന്നാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു മുതലാളി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? 30, 60, 90, 3 മാസം വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 months ആട്ടോ. പിന്നെ അപ്ഡേഷൻസ് വേറെ. എന്റെ പൊന്നെ മുൻകൂടെ ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഈ ചേച്ചി തന്നെ വേറെ വീഡിയോക്കകത്ത് ഈ വർക്കിംഗ് ഡേയ്സിനെ പറ്റി പറയുന്നുണ്ട്. ഞാനൊന്ന് വെക്കാവേ. അപ്പോൾ 90 ദിവസമല്ല, 90 വർക്കിംഗ് ഡേയ്സ് ആണ്. അത് അറൗണ്ട് ഒരു 4.5 മാസം വരെ ഒക്കെ. 4.5 അത് ഡിപ്പെൻസ് ആണ്. ഹോളിഡേയ്സ് കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ നമുക്കിവിടെ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെ ഹോളിഡേയ്സ് കൂടുതൽ വന്നാൽ അത് പിന്നെ കൂടാം. ഹോളിഡേയ്സ് ഇല്ലെങ്കിൽ ആ വർക്കിംഗ് ഡേയ്സ് കുറയാം. അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തെറ്റായ ഒരു ഇതാണ്. 90 ദിവസത്തിൽ നമ്മൾ എവിടെയും ആർക്കും ഡ്രസ്സ് കൊടുക്കില്ല. അത് 90 വർക്കിംഗ് ഡേയ്സ് മാക്സിമം എന്തായാലും എടുക്കും. ആ ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയിരിക്കും. അതാണ് മൂൺ ഗോഡസിന്റെ ഒരു ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത്.
അപ്പോൾ ചേച്ചി വളരെ കൃത്യമായി പറയുന്നുണ്ട് 4.5 മാസമാണ്, 90 വർക്കിംഗ് ഡേയ്സ് ആണ്, പക്ഷെ 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ കസ്റ്റമർ കയറി ഇരിക്കുന്ന ചേച്ചിക്ക്, അല്ലെങ്കിൽ ചേച്ചി പറയുന്നത് 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം എന്നാണ്. നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്ത്. 4.5 മാസം ഒരു വേണമെങ്കിൽ 5 മാസം കൂട്ടിക്കോ, 4.5 തൊട്ട് 5 മാസം വരെ എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എന്നാൽ പോലും ആ ഒരു കാലയളവിൽ പോലും നിങ്ങളുടെ തുണി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലെന്ന് ഈ ഒരു കോള് കേട്ടപ്പോൾ മനസ്സിലായേ. അവര് തന്നെ 90 വർക്കിംഗ് ഡേയ്സ്, 6 മാസം. മുതലാളി പഠിപ്പിച്ചെടുത്ത് ഞാൻ പറഞ്ഞാലും 6 മാസം അങ്ങ് പറഞ്ഞാൽ മതി, വിശ്വസിക്കുന്നമാര് വിശ്വസിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞില്ല, ബാക്കി കോളിന്റെ ബാക്കിയും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കേക്ക് കേട്ടോ. പിന്നെ അപ്ഡേഷൻസ് വേറെ ഒന്ന് പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ നവംബർ ഓർഡർ ഇല്ലേ, അതിനകത്ത് 2 ഓർഡർ പോകുന്നല്ലോ. ഹലോ, അതിലൊരു പ്രൊഡക്റ്റ് മാമിന് ഓഗസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ നവംബറിലെ ഓർഡർ അതിപ്പോ 1 ഇയർ ആവാൻ പോകുന്നു. 6 മാസവും കഴിഞ്ഞിട്ട് 6 മാസമായി. മനസ്സിലായോ? ഇപ്പൊ 90 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ 4x90 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു. സേവ് ആയിട്ടുണ്ടല്ലോ. ബാക്കി ഒരെണ്ണമാണ് ബാക്കിയോ? ഹലോ, അപ്പൊ ബാക്കി പ്രൊഡക്റ്റോ? പറ്റുന്നുണ്ടോ? 6 മാസം പറഞ്ഞു. ഹലോ, 6 മാസം അടവിറക്കി തുടങ്ങി. പിടിച്ചാ കിട്ടുന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചേച്ചി അടവിറക്കി. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അടവാ, കംപ്ലീറ്റ് അടവാ കയ്യിരിക്കുന്നേ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്പർ നവംബർ ഓർഡറിലേ 2 പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നല്ലോ. ഈ പ്രോഡക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓർഡറിന്റെ ഡെലിവറി ഉണ്ടല്ലോ, അത് ഓൺ ഗോയിങ് ആണ്. അപ്പൊ ഈ മന്ത് എന്തായാലും അതിന് ഡിസ്പാച്ച് ഉണ്ടാവും കേട്ടോ. അപ്ഡേഷൻസ് കഴിഞ്ഞു കേട്ടോ. താങ്ക് യു. തീർന്ന് പരിപാടി തീർന്ന്. അത് ഡെലിവറി ഉണ്ടാവും കേട്ടോ, അപ്ഡേഷൻസ് കഴിഞ്ഞു കേട്ടോ, അപ്പൊ ശരി ഞാൻ പോവാട്ടോ. ഒരൊറ്റ പോക്ക്, ഒന്നുമില്ല. പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ കസ്റ്റമർ കെയറിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? അവരല്ലല്ലോ തുണി ഉണ്ടാക്കുന്ന, അവരുടെ ജോലി ഇത് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കസ്റ്റമേഴ്സിന്റെ ചീത്തവിളി കേൾക്കുന്ന മൊത്തം കസ്റ്റമർക്കാർ ഇരിക്കുന്നവരാണല്ലോ. എന്താ പറയാ, ഇതാണ് ഇവരുടെ ഉത്തരവാദിത്വം. കസ്റ്റമേഴ്സിനോടുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത്. കൊല കോമഡിയാണ്. ഇനി നമുക്ക് അസ്വി ചേച്ചിയുടെ മെഴുകൽ, അങ്ങനെ തന്നെ പറയണം, മെഴുകൽ വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. മെഴുകലുമായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഒന്നാന്തരം മെഴുകലാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഞാനും വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ അതിൽ പലതിലും എന്നെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു. ഞാൻ കുറേ കോമൻസ് കണ്ടു. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി കുറേ കോമൻസും മെയിൽസും മെസ്സേജസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അപ്പൊ ഞാൻ റെസ്പോൺസിബിൾ ആണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട്. മുന്നേ ചെയ്യാൻ എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നെന്നോ? കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ നോക്കി മേടിക്കണം എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്. പക്ഷെ കാര്യമില്ല, പൈസ ഫൗണ്ടറൊക്കെ എപ്പോഴേ പോയി. അത് മുഖത്ത് തന്നെ ചിരിയെ കാണുന്നുണ്ട്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ചിരിച്ചോണ്ടൊക്കെ അഭിനയിക്കാൻ നിങ്ങൾ ഇച്ചിരി വിഷമമൊക്കെ ഇടാൻ കേട്ടോ. ആൾക്കാരുടെ പൈസ പോയ പരിപാടി ഇല്ലയോ? അപ്പൊ ഞാൻ റെസ്പോൺസിബിൾ ആണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട്. മുന്നേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ പല കാരണങ്ങളും കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെയ്യാവുന്നത് നമുക്ക് മനസ്സിലായി. ഒന്നാമതേ തെറിവിളി. അപ്പൊ പിന്നെ ആൾക്കാരുടെ വായിരിക്കുന്ന കിട്ടണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഈ വീഡിയോ ചേച്ചി ഉടായിപ്പത്തരം കാണിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റ് സെക്ഷൻ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന കമന്റ് ഇതാണ്. ഞാൻ നിങ്ങൾക്ക് വായിച്ചേപ്പിക്കാം. 1-2 കമന്റ് ഞാൻ വായിച്ചേപ്പിക്കാം. എന്തൊരു ബുദ്ധിയാണ് മെയിൻ ചാനലിൽ വീഡിയോ ഇടാതെ ഈ ചാനലിൽ ഇട്ടത്. അടുത്ത കമന്റ്, മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യൂ ഇത്. ഹേ, വൈ യു ഫൂളിംഗ് യുവർ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ദിസ്? പോസ്റ്റ് ദിസ് വീഡിയോ ഇൻ യുവർ മെയിൻ ചാനൽ. ദാറ്റ് ഷോസ് ദ ട്രൂത്ത് അബൌട്ട് യു. അടുത്ത കമന്റ്, ഷീ ഈസ് ബ്രില്യൻറ്റ്. ഈ ചാനലിൽ വന്ന് വീഡിയോ ഇട്ടലും ആളുകൾ ഇതിന്റെ അൺസബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അവളുടെ മെയിൻ ചാനൽ വേറെയുണ്ട്, ആശ്വി മലയാളം. കൈൻഡ്ലി പുട്ട് യുവർ വീഡിയോ ഓൺ യുവർ മെയിൻ ചാനൽ ടു. അടുത്ത കമന്റ്, ഇഫ് യു ആർ വില്ലിംഗ് ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ദെൻ യു ഷുഡ് ഹാവ് അപ്ലോഡഡ് ഇൻ യുവർ മെയിൻ ചാനൽ വിത്ത് പ്രോപ്പർ ടൈറ്റിൽ, ഡോണ്ട് ഫേക്ക്. എന്തുകൊണ്ട് മെയിൻ ചാനൽ വീഡിയോ ഇട്ടില്ല? തംബ്നെയിലിൽ എന്തുകൊണ്ട് മൂൺ ഗോഡസ് എന്ന് കൊടുത്തില്ല? റെക്കമെൻഡേഷൻ പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വൈറലാകുമെന്ന് ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടുള്ള ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തു. അതിന്റെ ഇടയിൽ പുള്ളിക്കാരത്തി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് അസ്വി മലയാളം ചാനൽ ബ്യൂട്ടി ആൻഡ് ഫാഷൻ മാത്രമേ ചെയ്യുന്നത്. ചിറ്റ് ചാറ്റ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ഈ ചാനലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് 2 ചാനലുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഇട്ടേക്കുന്നത് അസ്വി വ്ലോഗ്സ് എന്ന് പറഞ്ഞ 297K ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു ചാനലിലാണ്. ഇവരുടെ മെയിൻ ചാനലുണ്ട്, അതിനകത്ത് ഓൾമോസ്റ്റ് 15 ലക്ഷത്തോളം 1.49 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അശ്വി വ്ലോഗ്സ് മൈ എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞിട്ട് ടൈറ്റിലിനകത്തോ തംബ്നെയിലിനകത്തോ എങ്ങും ഈ പറയുന്ന പോലെ മൂൺ ഗോഡസ് എന്നോ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് അറിയാം ഇങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വൈറലാവും. വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂൺ ഗോഡസ് ജയിച്ചു, ഉറ്റ ചങ്ങാതി പിന്നെയും എയറിലാവും. എയറിലായി കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലനേഷൻ ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരേണ്ടി വരും.
വരും. മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ. കൂടെ ഇരിക്കുന്ന ചേച്ചിയും എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നല്ലോ. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് അറിയാം ഈ വീഡിയോ അവരുടെ മെയിൻ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് നൈസായിട്ട് ഈ ഒരു ചാനലിലോട്ട് ഇത് തട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മെയിൻ ചാനലിലാണ് ഇവരുടെ ഈ ഒരു വീഡിയോയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങളുടെ കോർ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകളും ഈ ഒരു മെയിൻ ചാനലിനകത്താണ് ഫോളോ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ കാണുന്ന ആളുകൾ അതിനകത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും അവിടെ അല്ലായിരുന്നോ പോസ്റ്റ് ചെയ്യേണ്ടത്? ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ തരുകയാണ്, ചിറ്റ് വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വ്ളോഗിങ് ചാനലിലാണ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാര്യം ഇത് നിങ്ങളുടെ വ്ളോഗ് അല്ല, ഇത് നിങ്ങളുടെ കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഇത്ര ഹേറ്റിന് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അത് നിങ്ങൾ ഇത്രയും ഫേക്ക് ചെയ്ത് ഇടാൻ പാടുണ്ടായിരുന്നില്ല. ഒന്ന്, അതിനകത്ത് പ്രോപ്പർ ഹെഡിങ് ഇല്ല, തംബ്നെയിൽസ് ഇല്ല, മൂൺ ഗോഡസ് എവിടെയും നിങ്ങൾ പറയുന്നില്ല. രണ്ട്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തോ ഒരു വഴിപാട് കഴിക്കുന്ന പോലെ നിങ്ങളുടെ വ്ളോഗിങ് ചാനൽ ഈ ഒരു സാധനം അപ്ലോഡ് ചെയ്തു. സോ അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾ ഇങ്ങനെ ഫേക്ക് അത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ജെനുവിനായിട്ട് അങ്ങ് തുറന്നു പറ. എന്റെ കൂട്ടുകാരിയായിരുന്നു, എനിക്ക് അവളെ തള്ളി പറയാൻ പറ്റില്ല, അവിടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, പറ, പ്രശ്നം തീർന്ന്, ബാക്കി കേൾക്കാം. ഡെഫിനറ്റ്ലി കൊളാബറേഷൻസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മാസം ഞാനൊരു 60ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 കൊളാബാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൊളാബിന്റെ പൈസയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക് കോണ്ടന്റ് റൺ ചെയ്യുന്നത്. ബാക്കി 58 വീഡിയോസിന്റെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് എനിക്ക് കൊളാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് കരുതി ഞാൻ ഒരു ആപ്പുകൾ കൊളാബറേഷൻ ചെയ്യുന്നത് ഒരു കുറ്റമായിട്ടൊന്നും ഇവിടെ ആരും പറയുന്നൊന്നുമില്ല. നല്ല കാര്യം തന്നെ. നമുക്ക് ഒരു സാധനത്തിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആരെയും കട്ടും മുട്ടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ പറ്റിച്ചിട്ടും അല്ലെങ്കിൽ അത് നല്ല കാര്യം തന്നെ. അല്ലാതെ കൊളാബറേഷൻ ഒരു അപരാധമായിട്ടൊന്നും നമ്മൾ ആരും ഇവിടെ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ കൊളാബറേഷൻ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ പൈസ മേടിച്ചിട്ടാണെങ്കിലും പൈസ മേടിച്ചിട്ടില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പ്രൊമോട്ട് ചെയ്ത ഒരു കോണ്ടന്റ് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആളുകളിലോട്ട് പരിചയപ്പെടുത്തുമ്പോൾ അതൊരു പ്രൊമോഷനാണ്. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ വന്നിട്ട് ചുമ്മാതെ പറയാണ്, വേണ്ട ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഹോളി ലാൻഡിന്റെ ആണ് എന്ന് പറയുകയാണ്. ഞാൻ അവരുടെ നിന്ന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല. ഇത് കൈൻഡ് ഓഫ് പ്രൊമോഷനാണ്. എന്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഓക്കെ, അവന്റെ മൈക്ക് ഇതാണെന്ന് പറഞ്ഞിട്ട് പോയി ചോദിക്കും. ഞാൻ വെച്ചേക്കുന്ന സ്പെക്സ് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് മേടിച്ചത്. ഞാൻ വെച്ചേക്കുന്ന തൊപ്പി എവിടെ നിന്നാണെന്ന് കുറെ കമന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് കൊളാബറേഷൻ അല്ലെങ്കിൽ പോലും അത് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിനകത്ത് പോയി വീഴും. അപ്പോ ആളുകളെ ചതിക്കുഴിയിലോട്ട് തള്ളിയിടാതിരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അത് പൈസ മേടിച്ചിട്ടാണെങ്കിൽ പൈസ മേടിച്ചിട്ടല്ലെങ്കിലും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ചേച്ചി പറയുന്ന ബാക്കി കാര്യങ്ങളോട് കേൾക്കാം. ഒരുപാടുണ്ടല്ലോ ഈ ബെറ്റിംഗ് ആപ്പുകൾ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ആപ്പുകൾ ഉണ്ട്. അതുപോലെ വൈറ്റനിങ് പ്രോഡക്ട്സ് ഉണ്ട്, ഇൻടേക്ക് പ്രോഡക്ട്സ്, ഇതിനൊക്കെ നല്ല പൈസ കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വളരെ അതിൻ്റെയും കൂടെ കുറവുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യാഞ്ഞേ? നല്ല പൈസ കിട്ടുന്നതാണ്. എന്താണെങ്കിൽ അതും കൂടെ ചെയ്തിരുന്നെങ്കിൽ ചേച്ചി ഏത് ഗ്രഹത്തിൽ പോയി ഇരുന്നതെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ. കിട്ടുന്നത് തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി. ഞാൻ ബ്രാൻഡ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല നല്ല ബ്രാൻഡ്സ്, അതുപോലെ തന്നെ അത് ഞാൻ സ്വയം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടാണ് ആ ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊളാബറേഷനിൽ പെയ്ഡ് ആയിട്ടുള്ള കൊളാബറേഷൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന മൊത്തം അങ്ങ് അലമ്പാണ്, കുളമാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾ കുറെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ആ ബ്രാൻഡിനൊന്നും ഇതുപോലെ പ്രശ്നങ്ങളൊന്നും മറ്റേതായിട്ട് ആരും പറയുന്നുമില്ല. പക്ഷേ ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഇവരുമായിട്ട് നിങ്ങൾക്ക് ഒരു ആത്മബന്ധമുണ്ട്. അവരുടെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കുറെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെ വളരെ കാഷ്വൽ ആയിട്ട് കാണുകയും അതിന് പ്രത്യേകിച്ച് ഒരു മറുപടി പറയാതെ പോവുകയും നിങ്ങളുടെ വീഡിയോസ് കണ്ട് പ്രോഡക്ട്സ് മേടിച്ച ആളുകളെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന പോലെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇപ്പോഴും ആളുകൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. അല്ലാതെ നിങ്ങളോട് ഹേറ്റുള്ള ആൾക്കാരൊന്നും അല്ല. നിങ്ങളോട് ഹേറ്റുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ കമന്റ് ബോക്സിലും വന്ന് നിങ്ങളെ തെറിവിളിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ അതിനകത്ത് പണി കിട്ടിയ ടീംസ് ഒക്കെ ആയിരിക്കും കൂടുതലും വന്നിട്ട് ഇതുപോലെ കമന്റ് ഇടുന്നത്. അതേപോലെ തന്നെയാണ് മൂൺ ഗോഡസും. മൂൺ ഗോഡസിന്റെ അടുത്തൊന്നും ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. അത് ഉറപ്പാണ്
ഉറപ്പായിട്ട്. ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ പറയുന്നത്, നിങ്ങൾ പൈസ മേടിച്ചോ മേടിച്ചില്ലയോ അതല്ല ഇവിടുത്തെ സബ്ജക്ട്. നിങ്ങളൊരു പ്രോഡക്റ്റ് ആളുകളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ട്. 1.5 മില്യൺ അടുത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു ഷോർട്സ് നിങ്ങൾ വെറുതെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എത്ര ആയിരങ്ങൾ അല്ലെങ്കിൽ എത്ര ലക്ഷങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും അത് കാണുന്നത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ എത്രയോ ആളുകൾ ചിലപ്പം അത് വാങ്ങുമായിരിക്കും. അപ്പൊ ഇവിടെ പൈസയേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ. അതെന്താ മനസ്സിലാക്കാത്തത്? ഇനി മൂൺ ഗോഡസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മൈ മിസ്റ്റേക്ക്, അത് ഞാൻ കൺവേ ചെയ്ത രീതി ശരിയായിരുന്നില്ല, ഞാൻ പറഞ്ഞ രീതി ശരിയായിരുന്നില്ല. ഞാൻ വളരെ കാഷ്വൽ ആയിട്ടാണ് അതിനെക്കുറിച്ച്. അതെ, വളരെ ചിരിച്ച് കളിച്ചിരുന്ന് പൈസ പോയവന്മാരൊക്കെ ഒരുമാതിരി കളിയാക്കുന്ന പോലെയാണ് ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ പിന്നെ ആളുകൾ വന്ന് പൊങ്കാലിട്ടതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഒരു പശ്ചാത്താപമായിട്ടാണ് ചേച്ചി വന്നേക്കുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലൈവിൽ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഏതാണ്. ഇപ്പൊ എന്തായാലും ഞാൻ കൃത്യമായിട്ട് പറയാം കേട്ടോ. ഞാൻ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ആസ് യൂഷ്വൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജോലി ഇതായതുകൊണ്ട് തന്നെ ഞാൻ പല സ്ഥലത്തുനിന്ന് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യും. അത് കിട്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ ചെയ്യും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ എന്തായാലും മൂൺ ഗോഡസ് അന്നും വളരെ പോപ്പുലറാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഡ്രസ്സസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് ഒരു 1.5 മാസമായിട്ടും പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ മെസ്സേജൊക്കെ അയച്ചിട്ട് 2 മാസം ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അത് റിവ്യൂവിൽ പറയുകയും ചെയ്തു, എനിക്കൊരു 2 മാസം എടുത്തിട്ടാണ് കിട്ടിയത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഇടാൻ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഓർഡർ ചെയ്യരുത്. അതല്ല കാഷ്വലി ആണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. കാരണം എനിക്ക് പ്രോഡക്ട്സ് ഇഷ്ടമായിരുന്നു. ലേറ്റ് ആയ കാര്യം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ കോമൻസിലുണ്ടായിരുന്നു ഭയങ്കര ഡിലേ ഉണ്ട് എന്നുള്ളത്. ഞാനും വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും സമയം എടുത്താലും ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ്. നല്ല രസമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് വളരെ നല്ലതായിട്ട് അന്ന് കിട്ടിയ പ്രോഡക്ട്സ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അന്ന് ബാക്കിയേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കോമൻസിലും രസമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് വളരെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കോമൻസിലും അങ്ങനെ തന്നെയായിരുന്നു, പ്രോഡക്ട്സ് അടിപൊളിയാണ്, ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ എന്നാണ് കോമൻസിൽ. ഞാൻ ഇത് 4 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ, അപ്പോഴത്തെ കാര്യമാണ് പറയണത്. 4 കൊല്ലം മുമ്പത്തെ കാര്യമാണ് എന്ന് വെച്ചാല് അന്ന് ഡിലേ ഉണ്ടായിരുന്നു, അന്ന് പ്രോഡക്റ്റ് നല്ലതായിരുന്നു. പക്ഷെ ഇന്നിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രോഡക്റ്റും കൊള്ളത്തില്ല, കറക്റ്റ് സമയത്ത് പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടത്തില്ല, ആളുകളുടെ പൈസ പോകുന്നു, സമയത്തിനൊരു വില കൊടുക്കാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം. നേരത്തെ ഒരു വോയിസ് കേൾപ്പിച്ചില്ലേ, ഇതാണ് അവരുടെ ഒരു രീതി. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണക്കും പ്രകാരം 6 മാസം എന്നാണ്. വർക്കേഴ്സിന്റെ അടുത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവർക്ക് ഇത്രയും ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ ഇവർ എന്തിനിങ്ങനെ ഫർദർ ആയിട്ട് ഇങ്ങനെ ഓർഡേഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു? അല്ലെങ്കിൽ പിന്നെ വേറെ ഐഡിയ ഉണ്ട്. നമ്മളിലെ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടറിനെ കാണാതിരിക്കുമ്പോൾ ടോക്കൺ നമ്പർ കൊടുക്കത്തില്ലയോ, അതുപോലെ കൊടുക്കണം. ഓരോ ഓർഡറിന് ഓരോ ടോക്കൺ നമ്പർ. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇത്രാമത്തെ ടോക്കൺ നമ്പറിലാണ്, ഇതിന് മുമ്പ് ഇത്ര ടോക്കൺ നമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിലേ ഉണ്ടാവും. ഒരു 6 മാസം തൊട്ട് ഒരു 10 കൊല്ലം വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വണ്ണം കൂടിയ വണ്ണം കുറേ എങ്ങാനും ചെയ്യുവാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇങ്ങനെയുള്ള കുറച്ച് പോളിസിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ 10 കൊല്ലം വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസ് ഉള്ള ആളുകളാണെങ്കിൽ മേടിക്കും. മനസ്സിലായോ? അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ടോക്കൺ കൊടുക്കൂ, അതായിരിക്കും നല്ലത്. ടോക്കൺ നല്ലൊരു പരിപാടിയാണ് കേട്ടോ. എനിക്ക് അനിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും അപ്പോൾ പിന്നെ ഞാൻ റിവ്യൂസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെ, അനിയുമായിട്ട് അവിടെ നിങ്ങൾ അനിയെന്ന് വിചാരിക്കുമ്പോൾ അനിരുദ്ധ അടിക്കുന്നു വിചാരിക്കും. പക്ഷെ അനിരുദ്ധല്ല, മറ്റേ അനിത ചേച്ചിയുടെ ഷോർട്ട് ഫോം ആണ് അനി. ഓക്കെ, മൂൺ ഗോഡസ് ചേച്ചിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന ചേച്ചി പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചിയുടെ വീഡിയോയിൽ പോയിട്ട് ഇങ്ങനെ രണ്ട് കറങ്ങി അങ്ങനെ നടക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാഗൊണ്ട് പറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിയായിട്ടുള്ള കൊളാബറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ അനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് കുറച്ച് റീൽസും അതേപോലെ തന്നെ ഞാൻ ഇൻസ്പയർഡ് ലുക്സിന് വേണ്ടിയിട്ട് സോഴ്സ് ചെയ്തിട്ട് 1-2 ലുക്സും മൂൺ ഗോഡസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലേറ്റ് ആവുന്ന ഇഷ്യൂ കൂടി വരികയും അതേപോലെ തന്നെ ഞാൻ അത് അനിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ മൂൺ ഗോഡസ് ആയിട്ട് ഒരു വീഡിയോസും ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള കൊളാബറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഉറപ്പിക്കാവോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് മൂൺ ഗോഡസ് ഇട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് ഏതാണ്ട് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോഴേക്ക് ദാ നിൽക്കുന്നു, ദാ കറങ്ങി പോകുന്നു.
ഇത് 1 കൊല്ലം മുമ്പെടുത്ത വീഡിയോ ആണോ നമുക്ക് അറിയത്തില്ല. 1 കൊല്ലം മുമ്പെടുത്തയാണോ 2 കൊല്ലം മുമ്പെടുത്തയാണോ എന്ന് നമുക്ക് അറിയത്തില്ല. നോ ഐഡിയ. ഓൾഡ് വീഡിയോ ആണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് മൂൺഗോഡസ് ചേച്ചി മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ചേച്ചിയുടെ അനിച്ചേച്ചി അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ചേച്ചിയുടെ പേരെന്തായിരുന്നു, അശ്വി ചേച്ചി അതിനകത്ത് കൊളാബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ വീഡിയോക്കകത്ത് ചേച്ചി ഉണ്ട്. നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഈ വർഷം ജൂലൈ 27-നാണ് രണ്ടുപേരും കൂടെ കറങ്ങുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ തന്റെ വീഡിയോ എടുത്ത് വേറൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്റെ ഫേസ് വാല്യൂ കൂടെ വെച്ചിട്ടാണ് ആ വീഡിയോ വൈറലാവുകയും വൈറലാവാതിരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെയൊക്കെ വീഡിയോ വേറൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് തന്റെ അറിവോട് കൂടിയാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പം അസ്വി എന്ന് പറയുന്ന അനുസരിച്ച് 1 കൊല്ലമായിട്ട് കൊളാബറേഷൻ ഒന്നും ഇല്ലെന്നാണ്. പക്ഷെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് ജൂലൈ 27-നാണ് കേട്ടോ. മറന്നുപോയതാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ബാക്കി കാണാം. പക്ഷേ ഞാൻ വിചാരിച്ചത് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ, പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷെ പൈസ പോയവൻ ഇതൊന്നും മറക്കത്തില്ല. കാര്യം ഓരോരുത്തരും കഷ്ടപ്പെട്ടതിനാണല്ലോ ഈ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അസ്വി ആണെങ്കിലും അസ്വിയുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും ഞാനാണെങ്കിലും എന്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ പോയവൻ അത് മറക്കൂല. അതിന്റെ ദണ്ണം അവന് ഉണ്ടാവും. അതിനൊരു അവസരം കിട്ടുമ്പോ അവന്മാര് വെച്ച് താങ്ങുകയും ചെയ്യും. അതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇരുന്നെങ്കിലും അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അഗെയിൻ. ഞാൻ കാരണം എന്നെ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. എൻ്റെ പണ്ടത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചാൽ മതി, എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലെന്നാണ്. നല്ല കിട്ടിയെന്ന് തോന്നി കേട്ടോ, അതുകൊണ്ട് മാറ്റി പറയുക. നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂൺഗോഡസിന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു. അത് ഞാനാണ് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പ്രോഡക്ട്സ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല വർക്ക് ആവുന്നത്. എനിക്ക് ഒരിക്കലും നേരത്തെ എനിക്ക് വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ഒന്നും കിട്ടാറില്ല. അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിനെക്കാട്ടും മുന്നേ മൂൺഗോഡസിന്റെ വീഡിയോയിൽ പറഞ്ഞു കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷമാണ് ഇത് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രോഡക്ട്സ് കിട്ടുന്നതിന് അത് ഭയങ്കര ലാഭം ബിസിനസ് ആണല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവർ കൊണ്ടുപോയി തുണിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് പണിത് തരുന്നു. അത് 0 മുതൽ മുടക്കാൻ തോന്നുന്നു കേട്ടോ. ഭയങ്കര ലാഭം ബിസിനസ് ആണ്. ഇപ്പൊ സാധാരണ നമ്മൾ തുണിക്കടയൊക്കെ ആണെങ്കിൽ അവർ കുറെ സ്റ്റോക്സ് എടുത്ത് വെക്കും. അത് ആ സ്റ്റോക്ക് തീരുമ്പോഴായിരിക്കും അടുത്ത ഇത് എടുക്കാൻ പോകുന്നത്. അന്നേരം ആ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി ഒരു മൂലധനം നമ്മുടെ കയ്യിൽ വേണം. ഇവിടെ മൂൺഗോഡസ് സ്റ്റേജിക്ക് അതിന്റെ ഒരു ആവശ്യം പോലും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ട് ഇതെടുക്കാണ്. കൊള്ളാം കൊള്ളാം. കൂട്ടത്തിൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതല്ലാണ്ട് എനിക്ക് വേണ്ടി ഒരു തുണി കഷ്ണം പ്രത്യേകമായിട്ട് ഉണ്ടാക്കി അത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരിക്കലും നടക്കില്ലല്ലോ. എനിക്കും അതുകൊണ്ട് കൂട്ടുകാരി അതിന്റെ പേര് ചെറിയൊരു കൺസിഡറേഷൻ ഒക്കെ കിട്ടുമായിരിക്കും. ഇല്ലെന്ന് പറയല്ലേ. അപ്പൊ പിന്നെ കൂട്ടുകാരിയിട്ടൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലേ, നിങ്ങൾക്ക് കൺസിഡറേഷൻ തരുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കൂട്ടുകാരിക്കൊക്കെ എത്രയും കൊളാബറേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്ത അശ്വി ചേച്ചിക്ക് ചെറിയൊരു കൺസിഡറേഷൻ കൊടുത്തില്ല. പിന്നെ എന്തിനാ അശ്വി ഇതിന്റെ കൊളാബറേഷൻ ചെയ്യാൻ നിൽക്കുന്നത്? ഒരു കാശിന് ഗുണം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിന് വെറുതെ പ്രൊമോഷൻ ചെയ്യാൻ നിൽക്കുന്നത്? അപ്പൊ അശ്വി ആണ് പറയുന്നത് പ്രൊമോഷന് പൈസ മേടിക്കുന്നില്ല, ഞാൻ വെറുതെ ആണ് എന്റെ സമയവും എന്റെ ഇതും മേക്കപ്പും എല്ലാം ഞാൻ വെറുതെ ഈ കൊളാബറേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. എനിക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഒന്നും അതിനകത്തുനിന്ന് കിട്ടുന്നില്ല എന്നാണ്. അതാ പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഗുണം വേണ്ട. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഭാരം പോലെ കൊണ്ടു നടക്കുന്നത്? ഇറക്കി വെക്കൂ. ഇപ്പൊ ചീത്തവിളി മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം പൈസ കിട്ടുന്നില്ലെന്ന് പറയുന്നു, വേറെ ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ലെന്ന് ഒക്കെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. ഭാരം പോലെ കൊണ്ടു നടക്കാതെ ഇറക്കി വെക്കൂ. ഇതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാവണം എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇനി എനിക്ക് വയ്യ നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ. മൂൺഗോഡസ് ചേച്ചിക്ക് അത് കേട്ട് ശീലമായെന്ന് തോന്നുന്നു. എനിക്ക് നീ കൊച്ചു 2 കൊല്ലമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെയും കേട്ടു തുടങ്ങി. അതുകൊണ്ട് കൂട്ടുകാരി അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കോട്ടെ. എന്തിനേലൊക്കെ കാട്ടിക്കൂട്ടി ആളുകൾക്ക് ചെയ്ത് കൊടുക്കാൻ പറയാൻ പറ. അല്ലെങ്കിൽ നീ മേല ഓർഡർ എടുക്കല്ലെന്നും കൂടി പറ. കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുറെ ആളുകളെ ഇൻക്ലൂഡ് ചെയ്ത് പെട്ടെന്ന് പ്രൊഡക്ഷൻ നടത്താനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കി വിടും. ഒരു കാരണവശാലും ഞാൻ കാരണം ഒരാളുടെ പൈസ പോയിന്നോ അങ്ങനെ കേൾക്കണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ടാവും. എനിക്ക് തീരെ ഇല്ല. ഞാൻ മാക്സിമം നോക്കി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ അപ്പോളജൈസ്. ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഐ അപ്പോളജൈസ്. ഐ എം റിയലി സോറി. എത്രയും പെട്ടെന്ന് ഇത്
റിസോൾവ് ആവട്ടെ. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും സജീവ റിസൾട്ടൊന്നും ആവാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലല്ലോ. കുറെ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയും 4 കൊല്ലം മുമ്പോ 2 കൊല്ലം മുമ്പോ അങ്ങാണ്ട് ഇട്ട വീഡിയോയ്ക്ക് അടിയിലും ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ ഇനിയും അങ്ങോട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇവർക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകണം വലിയ ആഗ്രഹമൊന്നും ഇല്ലേ? ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും അതൊന്ന് മാറ്റാൻ ഇവർ ശ്രമിക്കാത്ത എന്ത്? 141 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഇത്രയും ഓർഡർ വരുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, അത് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇവർക്ക് ലോട്ടറി അടിച്ചൊന്നും കിട്ടിയൊന്നുമല്ലല്ലോ, ഇവർ കഷ്ടപ്പെട്ട് തന്നെ കൊണ്ടുവന്നില്ലേ? എന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒരുമാതിരി ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഓരോ സ്ഥാപനങ്ങളൊക്കെ ഓരോരുത്തരും പൊക്കിക്കൊണ്ട് വരാൻ പെടുന്ന പാട് അവർക്കറിയാം. ഇതിപ്പോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന് സപ്പോർട്ട് ഉണ്ട്, ഓർഡേഴ്സ് വരുന്നുണ്ട്, എന്നിട്ട് ഓർഡർ കൊടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോന്നടേ ഇതൊക്കെ? ഇനി ഞാൻ കൊളാബ് എടുക്കുമ്പോഴും അതേപോലെ തന്നെ കൊളാബ് എടുത്തതിന് ശേഷമുള്ള ഫീഡ്ബാക്കും രണ്ടും ഞാൻ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് കൂടുതൽ മനസ്സിലായി. ഞാൻ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ ധാരണ മാറിക്കാണുമല്ലോ. അതാണ്, നമ്മളൊരു കൊളാബറേഷൻ എടുത്തു കഴിഞ്ഞിട്ട് പോലും നമുക്കറിയത്തില്ല, ചിലപ്പം നമുക്ക് കിട്ടുന്ന സാധനം നല്ലതായിരിക്കും. ഒരു 6 മാസം കഴിഞ്ഞ് ആ ഒരു വീഡിയോ കണ്ടിട്ട് വേറെ ആള് ഈ ഒരു സാധനം മേടിക്കുന്നിടത്ത് ചിലപ്പം അതിനകത്ത് ചിലപ്പോൾ അവർക്ക് പണി കിട്ടുമ്പോൾ നമുക്ക് തെരുവിളി കിട്ടുന്ന നമുക്കായിരിക്കും. ഒരു കൊളാബറേഷൻ എടുത്ത് ഒരു വീഡിയോ ചെയ്തങ്ങ് വിട്ടതിന് ശേഷം നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഓടി മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഡിസ്ക്ലൈമർ പോലെ പറയണം, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നും പറഞ്ഞിട്ട് പറയണം, ഡിസ്ക്ലൈമർ പോലെ. അപ്പൊ പിന്നെ ഒരു പരിധി വരെ തെറിവിളിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇതുപോലെ ഒന്ന് മെഴുകുമ്പോൾ നമുക്ക് പറയാം, അന്ന് ഞാനതൊരു ഡിസ്ക്ലൈമർ വച്ചായിരുന്നു, നിങ്ങൾ കണ്ടില്ലായിരുന്നു, ഒന്ന് എടുക്കല്ലെന്ന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാട്ടിക്കൂട്ടാൻ പറ്റും. സോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് മൂൺഗോഡസ് കാര്യങ്ങൾ പോകുന്നത്. മൂൺഗോഡസ് ടോർച്ചർ ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രയൊക്കെ നെഗറ്റീവ് കിട്ടിയിട്ടും ഇതിനകത്ത് പോയിട്ട് ഈ തുണി ഇപ്പോഴും മേടിക്കുന്ന പൊട്ടന്മാരായിട്ടുള്ള ഈ സ്ത്രീകൾ, നിങ്ങളെപ്പോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം കടന്ന് അയ്യോ പൈസ പോയേ, എനിക്ക് സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇയക്കാവെന്നും പറഞ്ഞിട്ട് കടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തുണിക്ക് ക്ഷാമമുള്ള നാട്ടിലൊന്നും അല്ല ജീവിക്കുന്നത്. ഒന്ന് പോയി കഴിഞ്ഞാൽ 100 ബ്രാൻഡ്സ് വേറെ ഉണ്ട്, ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും. അപ്പൊ പിന്നെ ഒരു മൂൺഗോഡസ് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇപ്പോഴും പറയുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് നല്ല സാധനം അവരുടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും വർഷങ്ങളൊക്കെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ മേടിച്ചു, നോ ഇഷ്യൂസ്. നമ്മൾ ആരെയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ലത്. അവരുടെ ഫേം പൂട്ടി പോകണമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ല. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.